EE301 Power Generation, Transmission and Protection KTU Module 2. അതിൽ ഫസ്റ്റ് ലെക്ചർ സീരീസ് ആണ്. അതിൽ പവർ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സ് ആണ് നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലത്തെ ഫസ്റ്റ് ലെക്ചർ സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻട്രൊഡക്ഷനും അതുപോലെ റെസിസ്റ്റൻസ്, ഈ പാരാമീറ്റേഴ്സിൽ റെസിസ്റ്റൻസിനുള്ള പാരാമീറ്ററും മാത്രമല്ല ഇൻഡക്ടറിന്റെ പാരാമീറ്ററിന്റെ തൊട്ട് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ ഇൻട്രൊഡക്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഓക്കെ, നമുക്കറിയാം ഈ ട്രാൻസ്മിഷൻ, നമ്മളുടെ ഇലക്ട്രിക്കൽ ട്രാൻസ്മിഷൻ നടത്തുന്നത് 3 phase 3 wire ഓവർഹെഡ് ലൈൻസ് ആയിട്ടാണ് നടത്തുന്നത് അല്ലേ. ദ ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് പവർ ഇസ് ഡൺ ബൈ 3 phase 3 wire ഓവർഹെഡ് ലൈൻസ്. ഓക്കെ, ഇനി ഒരു AC ട്രാൻസ്മിഷൻ ആണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻഡക്റ്റൻസ് ഉണ്ടാവും, കപ്പാസിറ്റൻസ് ഉണ്ടാവും. അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ഇറ്റ്സ് ലെങ്ത് ആയിരിക്കും. അപ്പോൾ ത്രൂ ഔട്ട് അതിൻ്റെ ലെങ്ത്തിൽ ഈ പറയുന്ന റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ് എന്തായിരിക്കും? യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ദീസ് ആർ നോൺ ആസ് കോൺസ്റ്റൻസ് ഓർ പാരാമീറ്റേഴ്സ് ഓഫ് ദ ലൈൻ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് കോൺസ്റ്റൻസ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ആ ലൈനിൻ്റെ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസ്റ്റൻസ് പറയുന്നത് എന്താണ്? ഈ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ആണ്. ഓക്കെ, സോ the performance of the transmission line definitely depends on this constants. അതായത് ഒരു പർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ് വരെ ഈ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ഒക്കെ എന്തായിരിക്കും? ഈ പറയുന്ന ട്രാൻസ്മിഷൻ ലൈനിൻ്റെ പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഫോർ ഇൻസ്റ്റൻസ് ദീസ് കോൺസ്റ്റൻസ് ഡിറ്റർമിൻ വെദർ ദ എഫിഷ്യൻസി ആൻഡ് വോൾട്ടേജ് റെഗുലേഷൻ ഓഫ് ദ ലൈൻ വിൽ ബി ഗുഡ് ഓർ പോർ. അപ്പോൾ ഇതുകൊണ്ട് മെയിനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഒന്ന് എഫിഷ്യൻസി, ആ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എഫിഷ്യൻസി എങ്ങനെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് പുവറായിരിക്കുമോ ഗുഡ് ആയിരിക്കുമോ ഇല്ല എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പാരാമീറ്റേഴ്സ് വെച്ചിട്ട് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് എന്തായാലും ട്രാൻസ്മിഷൻ ലൈന് എടുക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു ഏരിയയാണ് ഇത്. ദെർഫോർ ഇതുകൊണ്ട് എന്താണ്, നമുക്ക് നല്ലൊരു കൺസെപ്റ്റ് ഈ കോൺസ്റ്റൻസ് എന്തിനാണെന്ന് വെച്ചാൽ അത് അത്യാവശ്യമാണ് ഇൻ ഓർഡർ ടു മേക്ക് ഇലക്ട്രിക്കൽ ഡിസൈൻ ഓഫ് എ ട്രാൻസ്മിഷൻ ലൈൻ എ ടെക്നിക്കൽ സക്സസ്. അതായത് നമുക്കൊരു ഇങ്ങനത്തെ ഒരു എന്താണ് പറയുക, ഡിസൈൻ സെക്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ ഫുള്ള് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അറിഞ്ഞിരിക്കണം. ഓക്കെ, ഞാൻ ഫസ്റ്റ് കോൺസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. കോൺസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രാൻസ്മിഷൻ ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ ട്രാൻസ്മിഷൻ ലൈൻ ആണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇൻഡക്റ്റൻസ് ഉണ്ടാവും. കപ്പാസിറ്റൻസ് ഉള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ അടുത്തതിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട്, കപ്പാസിറ്റൻസ് ഉണ്ട്, ഇൻഡക്റ്റൻസ്, ഇതൊക്കെ എന്തെങ്കിലും കോൺസ്റ്റൻസ് ആയിട്ട് ഉണ്ട്. അതാണ് പറഞ്ഞത്. എ ട്രാൻസ്മിഷൻ ലൈൻ ഹാസ് റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അലോങ് ദ ഹോൾ ലെങ്ത് ഓഫ് ദ ലൈൻ. ഓക്കെ, ഇനി ഫസ്റ്റ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഒപ്പോസിഷൻ ഓഫ് ലൈൻ കണ്ടക്ടേഴ്സ് ടു കറണ്ട് ഫ്ലോ. നമ്മളെ കറണ്ട് ഫ്ലോനുള്ള ഒപ്പോസിഷനാണ് നമ്മൾ റെസിസ്റ്റൻസ് പറയാം. റെസിസ്റ്റൻസ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് യൂണിഫോംലി അലോങ് ദ ഹോൾ ലെങ്ത് ഓഫ് ദ ലൈൻ. അതായത് നമ്മളുടെ ഹോൾ ലെങ്ത് ഓഫ് ദ ലൈനിൽ നമ്മൾക്ക് ആ ഫിഗറിൽ കണ്ടോ, ഇങ്ങനെ ഹോൾ ലെങ്ത് ഓഫ് ലൈനായിട്ട് ഈ ഫിഗറിൽ 1.1 എന്നുള്ള ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ് ഇങ്ങനെ മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ സമ്മേഷൻ നമ്മൾ എന്ത് ചെയ്യും? അത് അടുത്തതിൽ നമ്മൾ പറയണതാണ്. ഇതേപോലെ റെസിസ്റ്റൻസിൻ്റെ ടോട്ടൽ സം എടുക്കും, ഇൻഡക്ടറിൻ്റെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? എടുക്കും. അപ്പോൾ VS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് എന്താണ്? സോഴ്സ് വോൾട്ടേജും VR എന്ന് പറഞ്ഞാൽ റിസീവിങ് ആൻഡ് വോൾട്ടേജുമാണ്. I എന്ന് പറഞ്ഞാൽ അതിനെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. ZL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലോഡ്, അതായത് നമ്മൾ എടുക്കുന്ന ലോഡ്. However, the performance of a transmission line can be analyzed conveniently if distributed resistance is considered as lumped as shown in the figure 1.2. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഫിഗർ എന്തായിട്ട് നമ്മൾ ചെയ്യും? ആ റെസിസ്റ്റൻസിനെയും ഇൻഡക്ടറിനെയും നമ്മൾ സമ്മേഷനായിട്ട് ചെയ്യും. അതാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡക്റ്റൻസ്. എന്താണ് ഇൻഡക്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിൽ കൂടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ ചേഞ്ചിങ് ഫ്ലക്സ് ഈസ് സെറ്റപ്പ് വെൻ വിച്ച് ലിങ്ക്സ് ദ കണ്ടക്ടർ. അതായത് ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും ആ കണ്ടക്ടർ എന്തുണ്ടാവും? ഒരു ചേഞ്ച് ഇൻ ഫ്ലക്സ് ഉണ്ടാവും. ഓക്കെ, ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് കാരണം എന്ത് ചെയ്യും? ആ കണ്ടക്ടറിന് സം ഇൻഡക്റ്റൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഈ പറഞ്ഞിരുന്നത്. സോ മാത്തമാറ്റിക്കലി ഇൻഡക്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഫ്ലക്സ് ലിങ്കേജസ് പെർ ആംബിയർ ആണ്. അതായത് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ ടു psi by I, ദാറ്റ് ഈസ് ഹെൻറി ഈസ് ദ യൂണിറ്റ്, വേഴ്സ് I ഈസ് ദ ഫ്ലക്സ് ലിങ്കേജസ് ഇൻ Weber turns and I is the current in amperes. So
ദ ഇൻഡക്റ്റൻസ് ഈസ് ഓൾസോ യൂണിഫോംലി, നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞ പോലെ ഈ ഇൻഡക്റ്റൻസ് എന്താണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നമ്മളെ കൺവീനിയൻ്റ് അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് സമ്മേഷനായിട്ട് നമ്മൾ സിഗ്മ എൽ എന്നുള്ള രീതിയിൽ കാണിക്കും. കണ്ടോ, ഇതേപോലെ യൂണിഫോമാണ്. അപ്പോൾ L1 പ്ലസ് L2 പ്ലസ് L3 ഈക്വൽ സിഗ്മ എൽ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും നമ്മൾ ഇങ്ങനെ തന്നെയാണ്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, the two parallel conductors of a transmission line form a rectangular loop of 1 turn. നമ്മളിപ്പോൾ ഇങ്ങനെ ആലോചിക്കില്ല എങ്ങനെ ഈ ഇൻഡക്റ്റൻസ് വരുന്നത്. ശരിക്കും എന്താ വെച്ചാൽ ഈ നമ്മൾ നേരത്തെ കാണിച്ചത് ഒരു 2 ലൈനാണ്. ആ 2 ലൈൻ എന്ന് പറഞ്ഞാൽ സെൻഡിങ് എൻഡിലോട്ട് പോകണമുണ്ട്, സെൻഡിങ് എൻഡിൽ നിന്ന് റിസീവിങ് എൻഡിലോട്ട് പോകണമുണ്ട്, റിസീവിങ് എൻഡിൽ നിന്ന് ഇതിലോട്ട് പോകുന്നുണ്ട്. അതെങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണിച്ചില്ലേ. അപ്പോൾ ഇത് ശരിക്കും എന്താണ്, 2 പാരലൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു റെക്റ്റാങ്കുലർ ലൂപ്പായിട്ടാണ് എന്ത് വരുന്നത്, ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ദ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈനിലുണ്ട് ചേഞ്ച് ഇൻ ദ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിന് എന്ത് ചെയ്യും, ലിങ്ക് ചെയ്യും. അങ്ങനെയാണ് എന്തുണ്ടാവുന്നത്, ഇൻഡക്റ്റൻസ് പറഞ്ഞ ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് കപ്പാസിറ്റൻസ്. എനി 2 കണ്ടക്ടേഴ്സ് സെപ്പറേറ്റഡ് ബൈ ആൻ ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൺസ്റ്റിറ്റ്യൂട്ട് എ കപ്പാസിറ്റർ. നമുക്കറിയാം ഒരു കപ്പാസിറ്റർ എങ്ങനെ ഉണ്ടാവുന്നത്, 2 കണ്ടക്ടർ സെപ്പറേറ്റഡ് ബൈ എ ഇൻസുലേറ്റിംഗ് മീഡിയ, അതാണ് നമ്മളുടെ എന്ത് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാം ഇവിടുത്തെ ഒരു ഇതെന്താണ്, നമ്മളുടെ ലൈൻ എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് നോക്കാം. ലൈന് ഈ പാരാമീറ്റേഴ്സ് വെച്ച് ഇങ്ങനെ പോയി ഒരു ഇൻഡക്ടേഴ്സ് വെച്ച് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ഇതൊരു കണ്ടക്ടറാക്കി എടുത്താൽ ഇതൊരു ഇൻസുലേഷൻ മീഡിയ ആയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ശരിക്കും എന്താക്കാം, കപ്പാസിറ്റർ ആയിട്ട് ഇതാക്കിക്കൂടെ, അതാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, as any 2 conductors of an overhead transmission line are separated by air which acts as an insulation, therefore capacitance exists between any 2 overhead line conductors. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ 2 ഓവർഹെഡ് ലൈനിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഇൻസുലേഷൻ മീഡിയ വരുന്നുണ്ട്, അത് കപ്പാസിറ്റർ പ്ലേറ്റ് പോലെയായിട്ട് ആക്ട് ചെയ്യും. ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ദ കണ്ടക്ടേഴ്സ് ഈസ് ദ ചാർജ് പെർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദാറ്റ് ഈസ് Q/V, where Q is the charge on the line in column and V is the voltage or potential difference between the conductor in volts. The capacitance is uniformly distributed. ഇത് നേരത്തെ പറഞ്ഞ പോലെ കപ്പാസിറ്റൻസും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, സീരീസ് ഓഫ് കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്ത പോലെ കാണിക്കാം. അതാണ് ഇപ്പോൾ ഈ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടോ ലൈൻ കണ്ടക്ടേഴ്സ് പാരലൈറ്റ്, അതായത് ഇത് ശരിക്കും ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കാണിച്ചാൽ മാത്രം ലൈൻ കണ്ടക്ടർ അതിൻ്റെ സീരീസ് ആയിട്ട് കപ്പാസിറ്റൻസും കാണിച്ചു. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൽ നമ്മളൊരു സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മൾ കണ്ടക്ടർ പ്ലേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അവിടുത്തെ ചാർജ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും, ഏത് സമയത്തും ഡിക്രീസ് ചെയ്യുകയും ചെയ്യാം. കാരണം വെച്ചാൽ ഇൻസ്റ്റൻറ്റേനിയസ് AC ആണ്, ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ്. അപ്പോൾ കറണ്ട് വാരി ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ പറയുന്ന ചാർജ് ഓൺ കണ്ടക്ടേഴ്സും നമുക്ക് എന്ത് ചെയ്യും, വാരി ചെയ്യും. Okay, so the result is that current known as charging current flows between the conductors. Okay, അതാണ് നമ്മൾ ആ ഫിഗറിൽ കാണിച്ചത്. ദിസ് ചാർജിങ് കറണ്ട് ഫ്ലോസ് ഇൻ ദ ലൈൻ ഈവൻ വെൻ ഇറ്റ് ഈസ് ഓപ്പൺ സർക്യൂട്ടഡ്. അപ്പോൾ നമ്മളിത് ലൈൻ ഓപ്പൺ സർക്യൂട്ടഡ് ആണ്, ലോഡൊന്നും എടുക്കുന്നില്ലെങ്കിൽ പോലും എന്തുണ്ടാവാം, ഈ ലൈനിൽ ഇതുണ്ടാവാം, സപ്ലൈ നോ ലോഡ് ആണെങ്കിലും. ഇറ്റ് എഫക്ട്സ് ദ വോൾട്ടേജ് ഡ്രോപ്പ് അലോങ് ദ ലൈൻ ആസ് വെൽ ആസ് ദ എഫിഷ്യൻസി ആൻഡ് പവർ ഫാക്ടർ ഓഫ് ദ ലൈൻ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇതിൽ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് വരുന്നതുകൊണ്ട് തന്നെ അവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഒരു കപ്പാസിറ്റി എഫക്ട്സ് വന്നു കഴിഞ്ഞാൽ എന്തായാലും വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസിയും പവർ ഫാക്ടർ ഓഫ് ലൈൻ എന്ത് ചെയ്യാം, ഡിപ്പ് ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് റെസിസ്റ്റൻസ് ഓഫ് ട്രാൻസ്മിഷൻ ലൈൻ. നമ്മൾ നേരത്തെ പറഞ്ഞു റെസിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്, ഇതിന് ഉള്ള ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് പറഞ്ഞു. It is the resistance of transmission line conductors is the most important cause of power loss in a transmission line. ഈ റെസിസ്റ്റൻസിന് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ഇതുണ്ട്, കാരണം അതുകൊണ്ട് ഒരുപാട് പവർ ലോസ് ട്രാൻസ്മിഷൻ ലൈനിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ റെസിസ്റ്റൻസ് R, ഹാവ് എ റെസിസ്റ്റിവിറ്റി റോ, ലെങ്ത് L, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഗിവൺ ബൈ, നമുക്ക് എന്താണ് R ഈക്വൽ ടു റോ L ബൈ A എന്ന് കാണിക്കാം. Variation of resistance of metallic conductors with the temperature is practically linear over the normal range of operation. അപ്പോൾ ഒരു മെറ്റാലിക് കണ്ടക്ടേഴ്സിലുള്ള റെസിസ്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്, പ്രാക്ടിക്കലി ലീനിയർ ആണ്. അത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഉള്ള വേരിയേഷൻ ലീനിയർ ആയിട്ട് ഉണ്ടാവുക.
Okay, suppose R1 and R2 are the resistance of a conductor at T1 degree Celsius and T2 degree Celsius. ഇപ്പോൾ ഒരു R1 R2 എന്നുള്ള രണ്ട് റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം അറ്റ് R1 at T1 degree Celsius R2 at T2 degree Celsius where we are considering T2 degree Celsius. അതായത് ഫസ്റ്റ് നമ്മളൊരു 10 ഡിഗ്രി ടെമ്പറേച്ചറാണ്, പിന്നെ നമ്മൾ 20 ഡിഗ്രി. അപ്പോൾ ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് പറയാം വി ക്യാൻ സേ ദാറ്റ് T2 is greater than T1. Okay, if alpha 1 is the temperature coefficient, alpha 1 ആണ് temperature coefficient എന്നുണ്ടെങ്കിൽ നമ്മളിത് മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. R2 is equal to R1 into 1 plus alpha 1 into T1 minus T2 where alpha 1 is the alpha 0 by 1 plus alpha 0 T1 where alpha 0 is the temperature coefficient at 0 degree Celsius. Okay, അപ്പോൾ ആൽഫ 1 എന്ന് പറഞ്ഞ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആയിട്ട് T1 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, In a single phase or two-wire DC line, the total resistance is equal to the double the resistance of either conductor. അപ്പോൾ ഒരു സിംഗിൾ ഫേസ് അല്ലെങ്കിൽ two-wire DC line total resistance പറഞ്ഞാൽ എന്താണ്, or the loop resistance പറഞ്ഞാൽ double the resistance of the രണ്ട് കണ്ടക്ടറിൻ്റെയും ഡബിൾ ആയി. In case of a three-phase transmission line, the resistance per phase is the resistance of one conductor. അപ്പോൾ ത്രീ-ഫേസ് ട്രാൻസ്മിഷൻ ലൈനിൽ പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കണ്ടക്ടറിലുള്ള റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് സ്കിൻ എഫക്റ്റ്. എന്താ സ്കിൻ എഫക്റ്റ്? നമ്മളെ ഒരു കണ്ടക്ടർ കറണ്ട് ക്യാരി ചെയ്യണം, അത് സ്റ്റഡി ആയിട്ടുള്ള DC കറണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓൾ ഓവർ ദ കണ്ടക്ടർ ആയിരിക്കും. അപ്പോൾ ഒരു DC കറണ്ട് പോവുകയാണെങ്കിൽ അത് ത്രൂ ഔട്ട് ആ കണ്ടക്ടറിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. പക്ഷേ ഒരു ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അതിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യില്ല, പകരം എന്ത് ചെയ്യും വെച്ചാൽ അതിനൊരു ടെൻഡൻസി ഉണ്ടാവും എന്ത് ടു കോൺസെൻട്രേറ്റ് നിയർ ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. കണ്ട ഇങ്ങനെ സർഫസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നോക്കും. അതിനെയാണ് നമ്മൾ പറയുക സ്കിൻ എഫക്റ്റ് പറയുക. അപ്പോൾ സ്കിൻ എഫക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടെൻഡൻസി ഓഫ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ടു കോൺസെൻട്രേറ്റ് നിയർ ദ സർഫസ് ഓഫ് എ കണ്ടക്ടർ ഈസ് നോൺ ആസ് സ്കിൻ എഫക്റ്റ്. അപ്പോൾ സ്കിൻ എഫക്റ്റ് കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ നമ്മളുടെ അതിനെ പോകുന്ന കറണ്ട് ഫ്ലോ എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യും. കൂടാതെ തന്നെ കോൺസിക്വൻ്റ്ലി അപ്പോൾ കറണ്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് സ്ലൈറ്റ്ലി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കാരണം എന്താ വെച്ചാൽ എല്ലാം അങ്ങനെ കോൺസെൻട്രേറ്റ് ഡ്യൂ ടു ദ സ്കിൻ എഫക്ട് ദ എഫക്റ്റീവ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ത്രൂ വിച്ച് കറണ്ട് ഫ്ലോ ഈസ് റെഡ്യൂസ്ഡ്. അതായത് ഒരു കണ്ടക്ടറിൻ്റെ ഒരു കണ്ടക്ടറിൻ്റെ ഇങ്ങനെ ഈ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, എഫക്റ്റീവ് ഏരിയ മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് എഫക്റ്റീവ് ഏരിയ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ കോൺസിക്വൻ്റ്ലി എന്ത് ചെയ്യും, സ്ലൈറ്റായിട്ട് എന്ത് ചെയ്യും, റെസിസ്റ്റൻസ്. അപ്പോൾ ആ സ്കിൻ എഫക്റ്റിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയുന്നത്, എ സോളിഡ് കണ്ടക്ടർ മേ ബി തോട്ട് ടു ബി കൺസിസ്റ്റിംഗ് ഓഫ് ലാർജ് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്. അപ്പോൾ നമ്മൾ ഒരു ട്രാൻസ്മിഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഡയറക്റ്റ് ഒരു കണ്ടക്ടർ അല്ല, അതുകൊണ്ട് ഒരുപാട് നമ്പർ ഓഫ് സ്ട്രാൻഡ്സ്, അത് നമ്മൾ ഈ മുടിയൊക്കെ ഇതാക്കണ പോലെ ഇങ്ങനെ പിരിഞ്ഞിട്ടാവും വരുന്നത്. മുടി ഇതാക്കണ പോലെയല്ല, അല്ലാത്ത ഞാനൊരു ചെറിയൊരു രൂപം പറഞ്ഞു നോക്കാം. ഈച്ച് ക്യാരിങ് എ സ്മാൾ പാർട്ട് ഓഫ് ദ കറണ്ട്. ദ ഇൻഡക്റ്റൻസ് ഓഫ് ഈച്ച് സ്ട്രാൻഡ് വിൽ വേരി അക്കോർഡിംഗ് ടു ഇറ്റ്സ് പൊസിഷൻ. അപ്പം ഓരോന്നും ഇങ്ങനെ പോണതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഓരോ സ്ട്രാൻഡിൻ്റെയും ഷേപ്പിനനുസരിച്ചിട്ട് അതിൻ്റെ ഇൻഡക്റ്റൻസ് വേരി ചെയ്തുകൊണ്ടിരിക്കും ഓരോ പൊസിഷനനുസരിച്ചിട്ട്. ദസ് ദ സ്ട്രാൻഡ്സ് നിയർ ദ സെൻറ്റർ ആർ സറൗണ്ടഡ് ബൈ എ ഗ്രേറ്റർ മാഗ്നറ്റിക് ഫ്ലക്സ്. അപ്പോൾ ഈ സെൻറ്ററിൽ എന്ത് ചെയ്യും, ഗ്രേറ്റർ മാഗ്നറ്റിക് ഫ്ലക്സ് വരും, കാരണം ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരില്ലേ. ഹെൻസ് ഹാവ് എ ലാർജർ ഇൻഡക്റ്റൻസ് ദാൻ നിയർ ദ സർഫേസ്. അപ്പോൾ സർഫേസിനെക്കാട്ടും കൂടുതൽ ഇൻഡക്റ്റൻസ് സെൻട്രൽ വരും. ദ ഹൈ റിയാക്റ്റൻസ് ഓഫ് ഇന്നർ സ്ട്രാൻഡ്സ് കോസ് ദ ആൾട്ടർനേറ്റിംഗ് കറന്റ് ടു ഫ്ലോ നിയർ ദ സർഫേസ് ഓഫ് കണ്ടക്ടർ. അപ്പോൾ ഇൻഡക്റ്റൻസ് സെൻട്രലിൽ കൂടുന്നതുകൊണ്ട് തന്നെ കറണ്ടിന് ഒരു ടെൻഡൻസി എന്ത് ചെയ്യും, പുറത്തു കൂടെ ഫ്ലോ ചെയ്യാൻ, ആ മൊത്തം കണ്ടക്ടറിൻ്റെ പുറത്തു കൂടെ ഫ്ലോ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. ദിസ് ക്രൗഡിംഗ് ഓഫ് കറണ്ട് നിയർ ദ കണ്ടക്ടർ സർഫേസ് ഈസ് നോൺ ആസ് സ്കിൻ എഫക്റ്റ്. അപ്പോൾ ശരിക്കും ഈ ക്രൗഡിങ്, ഈ കറണ്ട് മൊത്തം കണ്ടക്ടറിൻ്റെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ കണ്ടക്ടറിൻ്റെ സർഫസിലോട്ട് ക്രോഡീകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് എന്ത് വരുന്നത്, സ്കിൻ എഫക്റ്റ് വരുന്നത്. എന്തുകൊണ്ടാണ് DC വരാത്തത്? കാരണം അവിടെ DC നമുക്ക് ഇൻഡക്റ്റൻസ് ആണെന്നുള്ള ഒരു പ്രോബ്ലം ഇല്ല. Okay, the skin effect depends upon the following factors: nature of material, diameter of wire, increase with the diameter of wire, frequency, increase with the increase in frequency, shape of wire, less for standard conductor than the solid conductor. അപ്പോൾ nature of material skin effect ഇതാക്കും. diameter of wire, increase with the diameter of the wire, അതായത് ഡയമീറ്റർ കൂടുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, സ്കിൻ എഫക്റ്റ് കൂടും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ചിട്ട് സ്കിൻ എഫക്റ്റ് കൂടും. ഷേപ്പ്, ലെസ് സ്റ്റാൻഡേർഡ് കണ്ടക്ടറിന് സോളിഡ് കണ്ടക്ടറിനെക്കാട്ടും സ്കിൻ എഫക്റ്റ് എന്തായിരിക്കും, ലെസ് ആയിരിക്കും. ഏതിന്, നമ്മളുടെ സ്റ്റാൻഡേർഡ് കണ്ടക്ടറിന്.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സ്കിൻ എഫക്റ്റ് ഉണ്ടല്ലോ, അത് സിലബസിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളത് പഠിക്കേണ്ട ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ഒരു കടമയാണ്. മാത്രമല്ല അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യകതയാണ്. ചിലപ്പോൾ ഇത് സ്കിൻ എഫക്റ്റ് സ്റ്റാഫിന് ചോദിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് അത് ഞാൻ ഉൾപ്പെടുത്തിയത്. നെക്സ്റ്റ് ഫ്ലക്സ് ലിങ്കേജസ്. നമുക്കൊരു ഇൻഡക്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻഡക്റ്റൻസ് എന്താണ്? ഇൻഡക്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലക്സ് ലിങ്കേജസ് പെർ യൂണിറ്റ് കറണ്ട്. പെർ യൂണിറ്റ് കറണ്ടിൻ്റെ ഫ്ലക്സ് ലിങ്കേജസിനെയാണ് നമ്മൾ പറയുക എന്ത്? ഇൻഡക്റ്റൻസ് പറയുക. Therefore, in order to find the inductance of a circuit, the determination of flux linkages is of primary importance. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡക്റ്റൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഫ്ലക്സ് ലിങ്കേജസ് പെർ യൂണിറ്റ് കറണ്ടാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഡക്റ്റൻസ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഫ്ലക്സ് ലിങ്കേജ്, എങ്ങനെ ഫ്ലക്സ് ലിങ്കേജ് ഡിറ്റർമൈൻ ചെയ്യാന്നുള്ളത് നമ്മൾ പഠിക്കണം. അതുകൊണ്ടാണ് ഫസ്റ്റ് ഫ്ലക്സ് ലിങ്കേജ് പറഞ്ഞിട്ടുള്ള ഈ ടോപ്പിക്ക് വന്നത്. രണ്ട് ടൈപ്പ്, 2 ഇമ്പോർട്ടൻറ്റ് കേസസ് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ലിങ്കേജ് ഡ്യൂ ടു എ സിംഗിൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആൻഡ് ഫ്ലക്സ് ലിങ്കേജ് ഇൻ പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഈ രണ്ട് ടൈപ്പാണുള്ളത്. അപ്പോൾ അത് രണ്ടും നമ്മളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകണം. ഇനി ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു എ സിംഗിൾ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, പാരലൽ കണ്ടക്ടറോട് വെച്ചു, ഇനി സിംഗിൾ ക്യാരിയിങ് കണ്ടക്ടറിന് വെച്ചിട്ട് നമ്മൾ പറയാം. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? കൺസിഡർ എ ലോങ് സ്ട്രെയിറ്റ് സിലിണ്ട്രിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 6 മീറ്റർ. ഒരു 6 മീറ്റർ എന്നുള്ള റേഡിയസിലുള്ള ഒരു ലോങ് സ്ട്രെയിറ്റ് സിലിണ്ട്രിക്കൽ കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ I ആംബിയേഴ്സ് ആണ് കറണ്ട് ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അത് നമ്മൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, കണ്ടോ? ഇങ്ങനെയുള്ളൊരു I ക്യാരിയിങ് കണ്ടക്ടർ 6 റേഡിയസിൽ, ഇങ്ങനെയുള്ള 6 റേഡിയസ്, ഇവിടെ 6 ആണ് കേട്ടോ, ഇതും റേഡിയസ് 6 ആണ്, തെറ്റരുത്. ഓക്കെ, 6 റേഡിയസുള്ള ഒരു കണ്ടക്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ദിസ് കറണ്ട് വിൽ സെറ്റപ്പ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്കറിയാം ഒരു കറണ്ട് അവിടെ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ എന്താണ്? ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് വോൾസ് വിൽ എക്സിസ്റ്റ് ഇൻസൈഡ് ദ കണ്ടക്ടർ ആസ് വെൽ ആസ് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ. അപ്പോൾ ഇതിന് അക്രോസ് ഒരു ഇതിൽ കൂടെ കറണ്ട് പോയാൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ കണ്ടക്ടറിൻ്റെ ഇൻസൈഡിൻ്റെ ഉള്ളിലുണ്ടാവും, അതായത് ഉള്ളിലും ഉണ്ടാവും പുറത്തുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യണം? ഇൻസൈഡിലുള്ള ഫ്ലക്സ് ലിങ്കേജും കണ്ടുപിടിക്കണം, ഔട്ട്സൈഡിലുള്ള ഫ്ലക്സ് ലിങ്കേജും കണ്ടുപിടിക്കണം. ഫോർ ബോത്ത് ദീസ് ഫ്ലക്സസ് വിൽ കൺട്രിബ്യൂട്ട് ടു ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ. അതുകൊണ്ട് ഈ രണ്ടെണ്ണവും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഫ്ലക്സ് ലിങ്കേജസ് ഓഫ് എ കണ്ടക്ടർ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ഫ്ലക്സ്. അപ്പോൾ നമ്മൾ ആ മുന്നത്തെ ഫിഗർ കൺസിഡർ ചെയ്യുക. ആ ഫിഗർ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ ജസ്റ്റ് വരച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വരച്ചു ഒരു കണ്ടക്ടറിൻ്റെ, എന്നിട്ട് നമ്മൾ ഇൻറ്റേർണലിലെ ഒരു ഫ്ലക്സ് ഇങ്ങനെ ഇതാക്കി കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ഒരു ഫിഗർ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഈ ഒരു ഫിഗർ വെച്ചിട്ട് നമ്മൾ ഇതിൽ ഈ R തൊട്ടിട്ട് ഇത്ര വരെയുള്ളതിനെ എക്സ് എന്നും ഇവിടുന്ന് DX, അതായത് മൊത്തം നമ്മൾ എടുക്കാനുള്ളൊരു DX എന്നുള്ളൊരു ക്വാണ്ടിറ്റി നമ്മൾ കൺസിഡർ ചെയ്തു. 6 ആണ് റേഡിയസ്, IX ആണ് ഇതിൻ്റെ ഉള്ളിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോട്ട് ചെയ്യാം. So, according to Ampere's law, MMF, Ampere turns around any closed path equals the current enclosed by path. അപ്പോൾ ഒരു Ampere's law പറയുന്നത് എന്താ വെച്ചാൽ MMF around any closed path, ഏത് ക്ലോസ്ഡ് പാത്തിലും MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദ കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. അപ്പോൾ ആ പാത്തിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള കറണ്ടാണ്. അപ്പോൾ കറണ്ട് എൻക്ലോസ്ഡ് ബൈ പാത്തിനെ നമ്മൾ IX ആയിട്ട് എടുക്കുകയും MMFനെ നമ്മൾ HX into 2πx ആയിട്ട് എടുത്തു. Okay, so we can say that Ix is equal to Hx into 2πx. Okay, Hx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. ഓക്കെ, ദെൻ the magnetic field intensity at a point x meters from the center is given by. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചാൽ ഒരു x മീറ്റർ സെൻറ്ററിൽ നിന്ന് എടുത്തല്ലോ, അത് കഴിഞ്ഞിട്ടാണ് dx എന്നുള്ളൊരു ചെറിയൊരു ക്വാണ്ടിറ്റി കൺസിഡർ ചെയ്ത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി Hx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? Ix ഡിവൈഡഡ് ബൈ 2πx എന്ന് എഴുതാം. അതാണ് ഞാൻ എഴുതിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാണ് യൂണിഫോം കറണ്ട് ഡെൻസിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ യൂണിഫോം കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ നമുക്ക് Ix ഈസ് ഈക്വൽ ടു എന്താണ് അതിൻ്റെ ഇക്വേഷൻ? πx² ബൈ πr² ഇൻറ്റു I, വേർ പൈയും എന്തായി ക്യാൻസൽ ചെയ്ത് പോയി. പിന്നെന്താണ് വരിക? x² ബൈ r² ഇൻറ്റു I എന്നുള്ള ഒരു ക്വാണ്ടിറ്റി വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് നേരെ ഈ Ix, അതായത് നമ്മൾ എപ്പോഴും ഈ യൂണിഫോം കറണ്ട് ഡെൻസിറ്റി, അതായത് നമ്മളുടെ ഈ Iയിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ HXൽ കിടുന്നു. HXൽ കിടുമ്പോൾ എന്ത് വരും?
ഐ എക്സിന് പകരം അവിടെ എക്സ് സ്ക്വയർ വന്നു, എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ, അതാണ് എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഐ ഇൻറ്റു 1/2πx. ഓക്കെ, അപ്പോൾ എക്സും ഇവിടെ ക്യാൻസൽ ആയി, എക്സ് സ്ക്വയറിൽ ഒരു ഇത് പോയി, അപ്പോൾ എക്സ് ബൈ 2πr സ്ക്വയർ വന്നു. ഓക്കെ, ഇൻറ്റു ഐ ആംബിയർ ടേൺസ് പെർ മീറ്റർ. ഓക്കെ, ആംബിയർ ടേൺസ് പെർ മീറ്റർ എന്നുള്ള ഇത് വന്നു. ഇനി നമ്മൾ പറയാണ് ദർ ഇസ് എ പെർമിയബിലിറ്റി മ്യൂ, okay, of the conductor, then flux density at the considered point is given by. Flux density ആണ് എന്താണ്? ഫീൽഡ് ഇൻറ്റൻസിറ്റി, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഫ്ലക്സ് ഡെൻസിറ്റി നിങ്ങൾ ഇതൊക്കെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചാട്ടോ. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻറ്റു എന്താണ്? മ്യൂ ആണ് നമ്മുടെ പെർമിയബിലിറ്റിനെ നമ്മൾ എന്ത് പറയുക? ഫ്ലക്സ് ഡെൻസിറ്റി പറയുക. ഇത് ഫ്ലക്സ് ഇൻറ്റൻസിറ്റി, മറ്റ് ഫ്ലക്സ് ഡെൻസിറ്റി, തെറ്റരുത്. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുക ബി വെച്ചിട്ടാണ്. ഫ്ലക്സ് ഇൻറ്റൻസിറ്റിനെ ഫ്ലക്സ് ഇൻറ്റൻസിറ്റിയിലെ മാഗ്നറ്റിക് ഇൻറ്റൻസിറ്റിനെ ഡിനോട്ട് ചെയ്യുക എച്ച് വെച്ചിട്ടാണ്. ഓക്കെ, മ്യൂ ഈസിക്കൽ മ്യൂ സീറോ മ്യൂ ആർ എന്ന് പറയുന്നുണ്ട്. വേർ മ്യൂ സീറോ ഇസ് ദ പെർമിയബിലിറ്റി ഓഫ് എയർ ആൻഡ് മ്യൂ ആർ ഇസ് ദ റിലേറ്റീവ് പെർമിയബിലിറ്റി. മ്യൂ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് കേട്ടോ പറയുക. സോ ആ ക്വാണ്ടിറ്റിനെ നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ചെയ്തു. ബി എക്സ് ഈസിക്കൽ ടു മ്യൂ സീറോ മ്യൂ ഇൻറ്റു എക്സ് ബൈ 2πr സ്ക്വയർ ഇൻറ്റു ഐ ആയിരുന്നു. ഇനി ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് മ്യൂ ആർ എന്താണ്? 1 ആണ്. സോ എന്തായി? മ്യൂ സീറോ ഇൻറ്റു എക്സ് ഇൻറ്റു ഐ ബൈ 2πr സ്ക്വയർ വെബ് പെർ മീറ്റർ സ്ക്വയർ വന്നു. ഇനി നൗ ഫ്ലക്സ് d5 ത്രൂ എ സിലിണ്ടറിക്കൽ ഷെൽ ഓഫ് റേഡിയൽ തിക്നെസ് dx ആൻഡ് ആക്സിയൽ ലെങ്ത് 1 മീറ്റർ ഈസ് ഗിവൺ. അപ്പോൾ നമ്മളൊരു ചെറിയ ഒരു പോർഷൻ എന്ത് ചെയ്യണം? ഒരു 1 മീറ്റർ ലെങ്ത്തും ഒരു dx എന്നുള്ള ഒരു ചെറിയൊരു പോർഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുക? ഇതിൻ്റെ ഹോൾഡ് നമുക്ക് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ഫ്ലക്സ്, ചെറിയൊരു ഫ്ലക്സ് d5 ത്രൂ എ സിലിണ്ടറിക്കൽ ഷെല്ല് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു എൽ ഇൻറ്റു d5 ഈസ് ഈക്വൽ ടു ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു എൽ ഇൻറ്റു dx ആണ്. അതാണ് d5 ഈസ് ഈക്വൽ ടു bx ഇൻറ്റു എൽ ഇൻറ്റു dx. വേർ bx നമുക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മ്യൂ സീറോ എക്സ് ബൈ 2πr സ്ക്വയർ ഇൻറ്റു ഐ അറിയാം. എൽ നമ്മൾ 1 മീറ്റർ ആണെന്ന് കൺസിഡർ ചെയ്തു. dx വെബേഴ്സ്. ഓക്കെ, സോ ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കറണ്ട് ഐ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഐ എക്സ് വെച്ചിട്ടുള്ള കറണ്ട് എന്താണ്? ഐ ഇൻറ്റു പൈ ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ഐ ആർ സ്ക്വയർ ആണ്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ദസ് ഫ്ലക്സ് ലിങ്കേജസ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഈസ് എന്താണ്? ഡി സൈ ഈസ് ഈക്വൽ ടു പൈ എക്സ് സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു d5. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് ലിങ്കേജസ് പെർ മീറ്റർ ലെങ്ത് ആണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? കണ്ടുപിടിക്കണം. ആ ഫ്ലക്സ് ലിങ്കേജസ് പെർ മീറ്റർ ലെങ്ത്തിനെയാണ് നമ്മൾ എന്താ പറയുക? ഡി സൈ. കാരണം എന്താ വെച്ചാൽ ഡി സൈ പറയാൻ കാരണം എന്താണെന്ന് അറിയോ? ഡി സൈ എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ d5 നിന്ന് മാറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റ് ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കറണ്ട് ആയിരുന്നു. ഓക്കെ, ഫ്ലക്സ് ലിങ്കേജ് ആയിരുന്നു. ഇവിടെ ഫ്ലക്സ് ലിങ്കേജസ് പെർ മീറ്റർ ലെങ്ത് ഓഫ് ദ കണ്ടക്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് ഡി സൈ വന്നത്. ഡി സൈ ഈസ് ഈക്വൽ ടു പൈ എക്സ് സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ ഇൻറ്റു d5. ഇവിടെ d5 എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഓർത്തിരിക്കുക, പൈ എക്സ് സ്ക്വയർ ബൈ പൈ ആർ സ്ക്വയർ. ഇത് ഈ പോയിൻ്റൊക്കെയാണ് ഓർത്തിരിക്കുന്നത്. d5. അപ്പോൾ d5 ഇങ്ങോട്ട് ഇട്ടു. അപ്പോൾ എന്താണ്? പൈ ആർ സ്ക്വയർ പൈ എക്സ് സ്ക്വയറിൽ പൈയും പൈയും അവിടെ ക്യാൻസൽ ആയി. എക്സ് സ്ക്വയർ ബൈ ആർ സ്ക്വയർ അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ എന്താണ്? എക്സ് ഉണ്ട്. അപ്പോൾ എക്സ് ക്യൂബ് വന്നു അല്ലേ? പിന്നെ എന്താണ്? മ്യൂ സീറോ ഐ വന്നു. പിന്നെ ആർ സ്ക്വയറും ഇവിടെ ആർ സ്ക്വയറും. അപ്പോൾ എന്താണ്? 2πr⁴. പിന്നെന്താണ്? ഇവിടുത്തെ dxഉം വെബർ പെർ ടേൺസ്. ദെർഫോർ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് ഫ്രം സെൻറ്റർ അപ് ടു ദ കണ്ടക്ടർ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യിൽ നിന്ന് റേഡിയസ് 6 വരെയുള്ള സൈ ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് റേഡിയസ് 6 വരെയുള്ള ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് മ്യൂ സീറോ ഐ 8π വെബർ ടേൺസ് പെർ മീറ്റർ ലെങ്ത്. ഇതിപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും അതിൻ്റെ ലിമിറ്റ് അപ്ലൈ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അത് വെറുതെ ചെയ്തിട്ട് വെറുതെ നമ്മൾ ടൈം കളയേണ്ടതായിട്ടാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് മ്യൂ സീറോ ഐ ബൈ 8π വെബർ ടേൺസ് പെർ മീറ്റർ ലെങ്ത് എന്നുള്ള സൈ ഇൻറ്റേർണൽ കിട്ടും. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? സൈ എക്സ്റ്റേണലും കണ്ടുപിടിക്കണം. അപ്പോൾ സൈ എക്സ്റ്റേണൽ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു കണ്ടക്ടർ വെച്ചു, 6 റേഡിയസ് ഉള്ള കണ്ടക്ടർ. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഒരു ഡിസ്റ്റൻസ് എക്സ് നമ്മൾ കൺസിഡർ ചെയ്തു. എന്തിന്? നമ്മൾക്ക് ഈ ഇത് കണ്ടുപിടിക്കാൻ. എന്നിട്ടൊരു dx എന്നുള്ളൊരു ചെറിയൊരു ക്വാണ്ടിറ്റി, കാരണം d5 കണ്ടുപിടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് dx എന്നുള്ളൊരു ചെറിയ ക്വാണ്ടിറ്റി. ദ എക്സ്റ്റേണൽ ഫ്ലക്സ് എക്സ്റ്റെൻസ് ഫ്രം ദ സർഫസ് ഓഫ് ദ കണ്ടക്ടർ ടു ഇൻഫിനിറ്റി. ഈ ഇവിടുന്ന് ഇൻഫിനിറ്റി ടു. റെഫറിംഗ് ടു ഫിഗർ, ദ ഫീൽഡ് ഇൻറ്റൻസിറ്റി at a distance x meters from center
അതായത് ഔട്ട്സൈഡ് ദ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ, അതായത് എക്സ് മീറ്റർ നമ്മളെ കാണിച്ച് സെൻറ്ററിൽ നിന്ന് ഔട്ട്സൈഡ് എവിടം വരെയാണോ അത് നമ്മൾ ഇത് കൺസിഡർ ചെയ്യാം. ഇനി നമുക്കറിയാം എച്ച് എക്സ് ഈസ് ഈക്വൽ ടു ഐ ബൈ 2πx. ഇവിടെ എന്താണ്, നേരത്തെ ഐ എക്സ് പറഞ്ഞിട്ടാണ് എടുത്തതെങ്കിൽ പക്ഷേ ഇവിടെ എന്താണ് ഐ ബൈ 2πx ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി ബി എക്സ് ആണ് എന്താണ് മ്യൂ എച്ച് എക്സ് ആണ്. ഇവിടെ ഇതായതുകൊണ്ട് 1 ആണ് എടുത്തത്. അപ്പോൾ മ്യൂ 0 ഇൻറ്റു എച്ച് എക്സ്. കുറച്ചും കൂടി ഒന്ന് പെട്ടെന്ന് സ്പീഡിലാക്കിയിട്ട് കുറച്ചാണത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇത് ഇട്ടു മ്യൂ 0 ഐ ബൈ 2πx എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ഇട്ടു. നൗ ഫ്ലക്സ് d5 ത്രൂ എ സിലിണ്ട്രിക്കൽ ഷെൽ ഓഫ് തിക്നെസ് dx ആൻഡ് ആക്സിയൽ ലെങ്ത് 1 മീറ്റർ. നേരത്തെ പോലെ തന്നെ നമ്മൾ d5 ഈസ് ഈക്വൽ ടു bx ഇൻറ്റു എൽ ഇൻറ്റു ഡി എക്സ്, വേർ bx ഇൻറ്റു എൽ 1 ആണ് ഇൻറ്റു ഡി എക്സ്. അപ്പോൾ bx നമുക്കറിയാം മ്യൂ 0 ഐ ബൈ 2πx ഇൻറ്റു ഡി എക്സ് ഇട്ടു. ദ ഫ്ലക്സ് d5 ലിങ്ക്സ് ഓൾ ദ കറണ്ട് ഇൻ ദ കണ്ടക്ടർ വൺസ് ആൻഡ് ഓൺലി വൺസ്. അവിടെയാണ് നമ്മൾക്ക് ഒറ്റ പ്രാവശ്യമാണ് ഇത് എന്ത് ചെയ്യുന്നത്, ലിങ്ക് ചെയ്യുന്നത്. ദെർഫോർ ദ ഫ്ലക്സ് ലിങ്കേജസ് d5 ഈസ് ഈക്വൽ ടു d5 ഈസ് ഈക്വൽ ടു എന്താണ് മ്യൂ 0 ഐ ബൈ 2πx dx. അപ്പോൾ നമ്മൾ നേരത്തെ അതേപോലെ തന്നെ എന്ത് ചെയ്തു എഴുതി വെച്ചു. സോ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് ഓഫ് ദ കണ്ടക്ടർ ഫ്രം ദ സർഫസ് ഓഫ് ഇൻഫിനിറ്റി psi എക്സ്റ്റേണൽ ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ 0 എന്നുള്ള അവിടുന്ന് തൊട്ടിട്ട് 6 റേഡിയസിലാണ് എടുത്തത് അല്ലേ. ഇവിടെ 6 റേഡിയസിൽ നിന്ന് ഇൻഫിനിറ്റി ആയിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ r ടു ഇൻഫിനിറ്റി എടുത്തു. ഇനീഷ്യൽ 6ഉം ഫൈനൽ ഇൻഫിനിറ്റിയും. മ്യൂ 0 2πx dx. ദെർഫോർ ഓവറോൾ ഫ്ലക്സ് ലിങ്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ psi ഈസ് ഈക്വൽ ടു psi ഇൻറ്റേർണൽ പ്ലസ് psi എക്സ്റ്റേണൽ. psi ഇൻറ്റേർണൽ നമുക്കറിയാം മ്യൂ 0 ഐ ബൈ 8π പ്ലസ് എന്താണ് ഇതും ആഡ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് മ്യൂ 0 ഐ ബൈ 2π എന്നുള്ളതിനെ കോമൺ ആക്കി എടുത്തു. That is psi is equal to mu 0 I by 2π into 1/4 plus integral from r to infinity dx by x. ഇതാണ് നമ്മളുടെ 1 കണ്ടക്ടർ വെച്ചിട്ടുള്ള അതിൻ്റെ ഫ്ലക്സ് ലിങ്കേജസ്. മറ്റ് ഫ്ലക്സ് ലിങ്കേജസ് പെർ കറണ്ട് ആണ്, psi by I ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് അത്. ഇനി സെക്കൻഡ് മെത്തേഡ് നമുക്ക് നോക്കാം. ഫ്ലക്സ് ലിങ്കേജസ് ഇൻ പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. That is figure shows the conductor A, B, C, etc. ഓക്കെ, അപ്പോൾ എ ബി സി ഡി ഇ എഫ് എന്നുള്ള കണ്ടക്ടേഴ്സ് നമ്മൾ വെച്ചു. ഇനി എന്താണെന്ന് വെച്ചാൽ ഈ പാരലൽ ആയിട്ടുള്ള കണ്ടക്ടർ കൊണ്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഫിഗർ ഷോസ് ദ കണ്ടക്ടർ എ ബി സി എക്സെട്ര കറണ്ട് ക്യാരിയിങ് കറണ്ട് ഐ എ ഐ ബി ഐ സി അങ്ങനെ നമ്മൾ ക്യാരിയും വെച്ചിരിക്കുകയാണ്. ലെറ്റ് us കൺസിഡർ ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് 1 കണ്ടക്ടർ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ D1 ആയിട്ടെടുത്ത് എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസാണ് D2, എയും പിന്നെ എഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് D3, എയും ഇയും തമ്മിലുള്ള D4. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണം ഈ വിത്ത് റെസ്പെക്ട് ടു എ നോക്കുന്നത്. സോ ലെറ്റ് us കൺസിഡർ ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് 1 കണ്ടക്ടർ. സേ കണ്ടക്ടർ എ വെച്ചിട്ടുള്ള ഫ്ലക്സ് ലിങ്കേജ് നോക്കുക. ദർ വിൽ ബി ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട്. ഒരു കണ്ടക്ടറിൽ അതിനെ കറണ്ട് പോകുമ്പോൾ അത് കാരണം കൊണ്ട് അവിടെ എന്തുണ്ടാവും, ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും അല്ലേ, സെയിം ആയിട്ടുള്ള അത് ഉണ്ടാവും. ഇനി എന്താണ്, അപ്പോൾ ഇവിടുത്തെ ഈ കണ്ടക്ടറിൽ കൂടെ കറണ്ട് പോണ കാരണം കൊണ്ട് ഇവിടെ ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, പിന്നെ ഇവിടുത്തെ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, ഇവിടുത്തെ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, അങ്ങനെ ഇതെല്ലാറ്റിൻ്റെ ഉണ്ടാവും അല്ലേ. സോ ഓൾസോ there will be a flux linkage with conductor A due to its own current. Also there will be a flux linkage with this conductor due to the mutual inductance effects of IB, IC, ID, etc. അതാ പറഞ്ഞത് ഈ കണ്ടക്ടറിൽ കൂടെ ഒക്കെ പോണ കറണ്ടിനനുസരിച്ച് നമുക്ക് ഉണ്ടാവും. സോ നൗ ഡിറ്റർമിൻ ദ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ. അപ്പോൾ ആ കണ്ടക്ടർ വെച്ചിട്ടുള്ള ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും, കണ്ടക്ടർ എ വെച്ചിട്ടുള്ളത് ഉണ്ടാവും, അല്ല ബി വെച്ചിട്ടുണ്ടാവും, സി വെച്ചിട്ടുള്ള കറണ്ട് കാരണം കൊണ്ടുണ്ടാവും, കണ്ടക്ടർ ഡിയിൽ കൂടെ പോണ കറണ്ട് കാരണം കൊണ്ടാവും, ഇയിൽ കൂടെ പോണ കറണ്ട് കാരണം കൊണ്ടാവും, എഫ് നമ്മളിപ്പോൾ അത്രയാണ് കൺസിഡർ ചെയ്തിട്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പോവാണ്, ടോട്ടൽ ഫ്ലക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ഇറ്റ്സ് ഓൺ കറണ്ട്. അപ്പോൾ കണ്ടക്ടർ എ കാരണം കൊണ്ട് മാത്രമുള്ള കറണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യണം. അപ്പോൾ ദാറ്റ് ഈസ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ mu 0 IA by 2π into 1/4 പ്ലസ് ഇൻ്റഗ്രൽ r to infinity dx by x. അതാണ് എക്സ്റ്റേണലും ഇൻ്റേണലും കൂടിയിട്ടുള്ളതാണ് അത് വെച്ചിട്ടുള്ളത്. ഇനി ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു കറണ്ട് IB, ദാറ്റ് ഈസ് mu 0 IB by 2π. നമ്മളുടെ IB മാത്രമുള്ള കറണ്ട് കൊണ്ടായതുകൊണ്ട് എന്താണ്, വെറും
ഇതിലുള്ള ഇത് മാത്രമേ നമുക്ക് കൺസിഡർ ഉള്ളൂ. ഏത് എക്സ്റ്റേണൽ മാത്രമേ കൺസിഡർ ഉള്ളൂ, ഇന്റേണൽ വേണ്ട. നേരത്തെ പറഞ്ഞാൽ കണ്ടക്ടർ എ കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലക്സ് ഉണ്ടാവും, പുറത്തുള്ള ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവും. അതാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. ഇനി കണ്ടക്ടർ എ ഡ്യൂ ടു കറണ്ട് ഇൻ ഐ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ബിയുടെ ഔട്ട്സൈഡിലുള്ളത് മാത്രം ഫ്ലക്സ് ലിങ്കേജ് കൺസിഡർ ചെയ്താൽ മതി. അതാണ് പറയുന്നത്. ദ കണ്ടക്ടർ ബി ക്യാരിയിങ് കറണ്ട് ഐ ബി ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് D1 ഫ്രം കണ്ടക്ടർ എ. ഓൺലി ദ എക്സ്റ്റേണൽ ഫ്ലക്സ് ഡ്യൂ ടു ഐ ബി ലിങ്ക്സ് വിത്ത് കണ്ടക്ടർ എ. ദിസ് എക്സ്റ്റേണൽ ഫ്ലക്സ് ഡ്യൂ ടു ഐ ബി ലിങ്ക്സ് വിത്ത് കണ്ടക്ടർ എ ഫ്രം D1 ടു ഇൻഫിനിറ്റി. ഹെൻസ് ദ ടേം എന്താണ് μ0 ഐ ബി 2/2π D1 ടു ഇൻഫിനിറ്റി എന്ന് കൊടുക്കാനുള്ള കാരണം അതാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കൊടുത്തില്ലേ, നമ്മളിവിടെ കൊടുത്തില്ലേ D1 ടു ഇൻഫിനിറ്റി. എന്തുകൊണ്ടാണ് കൊടുത്തു വെച്ചാൽ D1 ഡിസ്റ്റൻസ് അല്ലേ വരുന്നത് അതിൻ്റെ ഇനീഷ്യൽ, എന്നിട്ട് ഇൻഫിനിറ്റിയിലോട്ടാണല്ലോ. ഓക്കെ. ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കണ്ടക്ടർ എ ഡ്യൂ ടു ദ കറണ്ട് ഐ സി. ഇപ്പോൾ നമ്മൾ ഡ്യൂ ടു കറണ്ട് സെൽഫായിട്ടുള്ള കറണ്ട് ഐ എ കാരണം കൊണ്ട് പറഞ്ഞു, ഐ ബി പറഞ്ഞു, ഐ സി ദാറ്റ് ഈസ് μ0 ഐ സി 2π. അപ്പോൾ ഐ സിയും അതായത് ഡിസ്റ്റൻസ് എത്ര വ്യത്യാസം വരുന്നത്, നമ്മളുടെ എയും സിയും തമ്മിൽ D2 ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ D2 ടു ഇൻഫിനിറ്റി dx/x. അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് ജസ്റ്റ് എക്സെട്ര കണ്ടിടുക. ദെർഫോർ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് കറണ്ട് വിത്ത് കണ്ടക്ടർ എ ദാറ്റ് ഈസ് 1 + 2 + 3 + എക്സെട്ര. ദെർഫോർ μ0 ഐ എ ഇത് നമ്മൾ ഇവിടെ കിട്ടു, ഇതിട്ടു. ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ഇത് നമുക്ക് നോക്കണം. ഓക്കെ. സിമിലർലി ദ ഫ്ലക്സ് ലിങ്കേജസ് വിത്ത് അതർ കണ്ടക്ടേഴ്സ് ക്യാൻ ബി ഡിറ്റർമൈൻഡ്. ഇതേപോലെ നമുക്ക് ഫ്ലക്സ് ലിങ്കേജസ് വിത്തിട്ടുള്ള അതർ കണ്ടക്ടർ നോക്കാം. ഇതിൽ കോമൺ ആയിട്ട് നോക്കണ്ട, ജസ്റ്റ് ഇതിനെ ശരിക്കും നമുക്ക് μ0 π എന്ന് പറഞ്ഞിട്ട് മൊത്തം ഒരു കോമൺ ആക്കി എടുക്കാം. വെറുതെ ഇനിയിപ്പോൾ നമ്മൾ അതിലോട്ട് പോകണ്ട, നമ്മൾ ജസ്റ്റ് ഇതന്നെ ഇട്ട് വെച്ചാൽ മതി. സിമിലർലി കാരണം അതെന്താ വെച്ചാൽ ഇൻഡക്റ്റൻസ് കാണുമ്പോൾ നമ്മൾ ഫർദർ ഇത് നമ്മൾ ചെയ്യും. Similarly, flux linkages with other conductors can be determined. The above relation provides the basis for evaluating inductance of any circuit. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇൻഡക്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഇൻഡക്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് പഠിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ഫ്ലക്സ് ലിങ്കേജസ് ഇൻ വൺ കണ്ടക്ടർ, അതുപോലെ ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു പാരലൽ കണ്ടക്ടേഴ്സ്, അങ്ങനെ രണ്ടിത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഫ്ലക്സ് ലിങ്കേജസ് ഇൻ വൺ കണ്ടക്ടറിൽ രണ്ട് ടൈപ്പ് ഉണ്ടാവും. അതായത് ആ കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ള സെൽഫ് ഇത് കാരണം കൊണ്ടുണ്ടാവും. പിന്നെന്താണ്, അതാണ് ഫ്ലക്സ് ലിങ്കേജസ് ഇൻറ്റേർണൽ, സൈ ഇൻറ്റേർണൽ. ഫ്ലക്സ് ലിങ്കേജ് ആയതുകൊണ്ടാണ് സൈ എന്ന് കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്ലക്സ് നമ്മളല്ലാതെ D5 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് ജസ്റ്റ് നമ്മൾ രണ്ടും കൂടി ഒരു ചെറിയൊരു വേർതിരിവ് അറിയാൻ വേണ്ടി ഇട്ടതാണ് ഫ്ലക്സ്. ഓക്കെ. ഇനി ഫ്ലക്സ് സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലക്സ് ഇൻറ്റേർണൽ. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞതാണ്, എന്തുകൊണ്ടാണെന്നൊന്നും കൂടുതൽ ചിന്തിച്ചുണ്ടാക്കണ്ട. ഓക്കെ. അപ്പോൾ സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ ഇൻറ്റേർണൽ നമ്മൾ കണ്ടുപിടിച്ചു വൺ കണ്ടക്ടറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ആ കണ്ടക്ടറിൻ്റെ പുറത്തുകൂടെ പോണ സൈ എക്സ്റ്റേണൽ കണ്ടുപിടിച്ചു. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജ് പറഞ്ഞു കഴിഞ്ഞാൽ സൈ ഇൻറ്റേർണൽ പ്ലസ് സൈ എക്സ്റ്റേണൽ ആണ്. അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ടക്ടറിന് ചെയ്ത്. ഇനി സെക്കൻഡ് കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ കണ്ടക്ടർ. പാരലൽ കണ്ടക്ടർ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ സൈ ഇൻറ്റേർണൽ നേരത്തെ ആദ്യത്തെ കണ്ട ആ സാധനം വേണം. അതായത് ദ കറണ്ട് ഫ്ലക്സ് ലിങ്കേജസ് ഡ്യൂ ടു ദ സെയിം കറണ്ട് ഫ്ലോയിങ് ഇൻ ദ സെയിം കണ്ടക്ടർ. ഓക്കെ. ഇനി എന്താണ്, ദ കറണ്ട് ഫ്ലോയിങ് ഇൻ ദ നിയർ ബൈ കണ്ടക്ടേഴ്സ്, ഓരോന്നും സെപ്പറേറ്റ്. അപ്പോൾ അതൊക്കെ കൂടി ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ടോട്ടൽ ഫ്ലക്സ് ലിങ്കേജസ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരിക്കും നോക്കി വെക്കുക, എന്നാലാണ് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് പോകുമ്പോൾ ഒന്നുകൂടെ കിട്ടുക. അപ്പോൾ ഇതൊന്ന് തറവാക്കി ഇന്ന് വെക്കണം. ഓക്കെ.